മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇറ്റലിക്ക് പേപ്പർ വർക്ക്സ് കൂടുതലാണ്. കാരണം അവിടുത്തെ മെജോറിറ്റി ഒരു 90% എന്ന് പറഞ്ഞ പോലെ തന്നെയും ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും അവിടെ യൂറോപ്പ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷാണ് കോമൺ ലാംഗ്വേജ് എന്ന്. എന്നാൽ അങ്ങനെയല്ല. ഓരോ ചെറിയ ചെറിയ യൂറോപ്യൻ രാജ്യങ്ങളിലും യൂണിയനിൽപ്പെട്ട ചെറുകിട രാജ്യങ്ങളിലും അതാത് ലോക്കൽ ലാംഗ്വേജാണ് ആളുകൾ യൂസ് ചെയ്യുന്നത്. ഒരു 10% 15% മാത്രമാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള വരുന്നത്. അപ്പോൾ അവിടുത്തെ എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ അക്കാഡമിക് റെക്കോർഡ്സൊക്കെ തന്നെ ഇപ്പോൾ ഇറ്റലിയിലെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യണം നിർബന്ധമായിട്ട്. ട്രാൻസ്ലേഷൻ ചെയ്ത് അറ്റസ്റ്റേഷൻ ചെയ്ത ശേഷം മാത്രമാണ് നമുക്ക് വിസയ്ക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് ഫോർമാലിറ്റീസ്, അതുപോലെ ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് കാണിക്കുന്നതിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇറ്റലി ജർമ്മനിയെ അപേക്ഷിച്ച്. അത്തരത്തിലുള്ള നോളജ് എന്ന് പറയുന്നത്, ഒരു അവയർനെസ് എന്ന് പറയുന്നത് കുറവാണ്. പലപ്പോഴും കുട്ടികൾ പോകുമ്പോൾ ഇപ്പോൾ ഒരു അക്കോമഡേഷൻ്റെ ഒരു മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ഒരു 500 euros ആണ് കാണിക്കേണ്ടത് എന്ന് വെച്ചാൽ അത് 12 monthsലേക്ക് അതിന് നമുക്ക് ജീവിക്കാൻ വേണ്ട ഒരു പൈസ കുറച്ച് മാസങ്ങളായി നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാവണം എന്നൊരു ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ഷോ മണി എന്നെല്ലാം പറയും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഇത് വേരി ചെയ്യാം. ചിലപ്പോൾ കറക്റ്റ് ആ 12 monthsന്റെ എമൗണ്ട് മാത്രം കാണിച്ചൊരു വ്യക്തി പോയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ചില ആൾക്കാർ കുറച്ച് ദിവസങ്ങളോ കുറച്ച് ആഴ്ചകളോ മാത്രം അക്കൗണ്ടിൽ കാണിച്ചുകൊണ്ട് വിസ കിട്ടിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഏറ്റവും സേഫർ സോണിൽ എത്ര ടൈം ഫ്രെയിമിലാണ് നമ്മൾ ആ പെർട്ടിക്കുലർ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള അവയർനെസ് ഇല്ലായ്മ. അപ്പോൾ പലപ്പോഴും എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻസീസ് അല്ലെങ്കിൽ കൺസൾട്ടൻസ് പലപ്പോഴും ഇനീഷ്യലി പേയ്മെന്റ് മേടിച്ച ശേഷം ഈ ഒരു അവയർനെസ് ഇല്ലാതെ ഇറ്റലിക്കുള്ള അല്ലെങ്കിൽ ജർമ്മനിക്കുള്ള ഒക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഫ്രീ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള വിസ ഫയൽ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പിഴവുകൾ കാരണം അത് റിജക്ഷൻസ് സംഭവിക്കാം. സോ ഈ റിജക്ഷൻസ് ആണ് എപ്പോഴും പലപ്പോഴും പിന്നീട് ഒരു ഓപ്ഷൻസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുന്നത്. അതായത് ജർമ്മനി ഇറ്റലിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം ഫയൽ ചെയ്യാണ്. പാരലി ഇപ്പോൾ UK പോലത്തെ ഒരു രാജ്യങ്ങളുടെ ഒരു സേഫർ സൈഡിലേക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള റിജക്ഷൻസ് വന്നാലും എപ്പോഴും കുട്ടികൾക്ക് ഒരു ഓപ്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ, ഇന്നതില്ലെങ്കിൽ നമ്മൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ നമുക്ക് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട്. ഒരു വേഴ്സ്റ്റ് കേസ് ഇല്ലെങ്കിൽ പലപ്പോഴും ഒരു പെർട്ടിക്കുലർ ഇൻടേക്ക് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഒരു 6 months 10 months കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് ഉണ്ടാവുന്നത്. സോ ഡോക്യുമെന്റേഷൻ, ഈ DOV ഡിക്ലറേഷൻ ഓഫ് വാല്യൂ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ്, ട്രാൻസ്ലേഷൻ ഓഫ് അക്കാഡമിക് റെക്കോർഡ്സ്, ഇതൊക്കെയാണ് അതിൽ കുറച്ച് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കാണിക്കുന്ന സെൽഫ് ഡിക്ലറേഷൻ, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള അറ്റസ്റ്റേഷൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അഡീഷണൽ പേപ്പർ വർക്ക്സ് ആണ്. അത് തന്നെയാണ് അതിൻ്റെ റിജക്ഷൻ റേറ്റ്സ് കൂട്ടുന്നതും കുറച്ച് ടഫർ ആക്കുന്നു അവിടേക്ക് എത്തിപ്പെടുക എന്നുള്ളത്.